ഇലക്ട്രൽ ബോണ്ടുകളുടെ സീരിയൽ നമ്പർ SBI വെളിപ്പെടുത്തണം എന്ന് സുപ്രീം കോടതി. ബോണ്ടിന്റെ നമ്പർ പ്രധാനപ്പെട്ടതാണ്. എല്ലാ രേഖകളും വെളിപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്നും സുപ്രീം കോടതി ചോദിച്ചു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തൊക്കെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല SBI എന്നാണ് സുപ്രീം കോടതി പറയുന്നത്? ഇതിൽ കോടതി ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ഈ സീരിയൽ നമ്പറുകൾ, ഈ ബോണ്ടിന്റെ ഭാഗമായിട്ടുള്ള സീരിയൽ നമ്പറുകൾ, അത് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് വൈകിപ്പിക്കേണ്ടതോ ആയിട്ടുള്ള ഒരു രേഖയല്ല. ഒരു ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആധികാരിക രേഖ എന്നുള്ള രീതിയിൽ തന്നെ ആ ബോണ്ടിന്റെ വിശദ വിവരങ്ങൾ അറിയാനായിട്ട് ഈ വിവരങ്ങൾ ഉപയോഗിക്കാം. ആ ബോണ്ടിന്റെ ആധികാരികമായിട്ടുള്ള ആ രേഖ, ബോണ്ടുകളുടെ നമ്പർ അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന നിരീക്ഷണമാണ് സുപ്രീം കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ കപിൽ സിബൽ ആവശ്യപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇലക്ട്രൽ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇപ്പോൾ ഏതാണ്ട് വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ള സാഹചര്യത്തിൽ കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നയിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല PM കെയർ ഫണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയവും അന്വേഷണ വിധേയമാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇലക്ട്രൽ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് കാണിച്ച വ്യഗ്രതയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിന് ഒക്കെയുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ എന്നതടക്കമാണ് പറയുന്നത്. ഈ പ്രസിദ്ധീകരിച്ച രേഖയിൽ സീരിയൽ നമ്പറുകൾ ഉണ്ടാകാതിരുന്നത് ആ ഘട്ടത്തിലാണ് കോടതി ചോദ്യം ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ രേഖയിൽ ഈ സീരിയൽ നമ്പറുകൾ ഇല്ലാതിരുന്നത് എന്ന ചോദ്യം കോടതി ഉന്നയിച്ചു. SBIക്ക് ഈ വിഷയത്തിൽ SBI അവരുടെ കംപ്ലയിൻസ് റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ വിഷയത്തിൽ മറുപടി നൽകാനായിട്ട് SBIക്ക് നോട്ടീസ് നൽകാനാണ് ഇപ്പോൾ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അതുപ്രകാരം SBI മറുപടി നൽകേണ്ടി വരും. മാത്രമല്ല, ഈ കോടതിയുടെ കൈവശമുള്ള ചില രേഖകളുടെ കാര്യം, അത് കോടതിക്ക് കൈമാറിയ ചില രേഖകൾ അത് തങ്ങളുടെ പക്കൽ ഇല്ല എന്ന ഒരു അപേക്ഷ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് സമർപ്പിച്ചിരുന്നു. നവംബർ മാസത്തിൽ സമർപ്പിച്ചിരുന്ന രേഖകൾ തങ്ങളുടെ പക്കലില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്ന അപേക്ഷയിൽ പറയുന്നത്. അതുകൊണ്ട് അത് റിട്രൈവ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ രേഖ സുപ്രീം കോടതി തന്നെ നൽകും. അത് 17-ാം തീയതി മാർച്ച് മാസം 17-ാം തീയതി ഇത് പ്രസിദ്ധീകരിക്കണം എന്ന നിബന്ധനയോട് കൂടിയാണ് നൽകിയിരിക്കുന്നത്. അതായത് ഇന്നത്തെ ഒരു ഇടപെടലിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, വേണു, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധ്യമായ എല്ലാ വിവരങ്ങളും പൊതു മാധ്യമത്തിൽ എത്തട്ടെ എന്ന ഒരു താല്പര്യത്തിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നു. അതിന് ഏതെങ്കിലും വിധത്തിൽ ഒരു തടസ്സ ന്യായം കൊണ്ട് അതിനെ വൈകിപ്പിക്കാനോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലൊരു മാറ്റമുണ്ടാക്കാനോ തങ്ങൾ തയ്യാറല്ല എന്ന സന്ദേശം വ്യക്തമായിട്ട് നൽകുന്നതാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നടപടി. രാധാകൃഷ്ണൻ, ആർക്ക് കൊടുത്തു എന്ന വിശദാംശങ്ങൾ എന്തായാലും ക്രോഡീകരിക്കപ്പെട്ട് നൽകിയിട്ടില്ല. ഈ കാര്യം ഹർജിക്കാർ ഉന്നയിക്കുമോ? തീർച്ചയായിട്ടും ഉന്നയിക്കും വേണു. ഈ വിഷയത്തിൽ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്, ഈ ഹർജിക്കാരുടെ അഭിഭാഷകർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപേക്ഷ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആ അപേക്ഷ സമർപ്പിക്കും. ഈ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നത്, ഈ വിവരങ്ങൾ ഡീകോഡ് ചെയ്യാനായിട്ട് SBI ചോദിച്ച ആ ഒരു സമയപരിധിയുണ്ട്. അപ്പോൾ ആ സമയപരിധി തന്നെ ഒരു തന്ത്രമായിരുന്നു എന്ന വിധത്തിലാണ് അവരത് ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആ വിവരങ്ങൾ ഡീകോഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് അതിന് പരോക്ഷമായിട്ട് സ്ഥാപിക്കപ്പെടുക കൂടിയാണ് ചെയ്യുന്നത്. അത് മുൻനിർത്തിക്കൊണ്ടാണ് SBIയോട് സുപ്രീം കോടതി അന്ന് ആ ആവശ്യം ഉയരാത്ത പശ്ചാത്തലത്തിൽ എല്ലാ വിവരങ്ങളും പ്രസിദ്ധീകരിക്കാനായിട്ട് പറഞ്ഞത്. പക്ഷേ അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തെ പരാജയപ്പെടുത്തുന്ന വിധത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ വാദികളായിട്ടുള്ള വിഭാഗം ചൂണ്ടിക്കാട്ടാനായിട്ട് ശ്രമിക്കുന്നത്. അതുവഴി ഈ പാർട്ടികൾക്കൊക്കെ പണം എത്ര കിട്ടിയെന്നുള്ളത് ഒരുപക്ഷെ നേരത്തെ തന്നെ ഔദ്യോഗികമായിട്ടല്ല അനൗദ്യോഗികമായിട്ട് നേരത്തെ തന്നെ വിവരങ്ങളായിട്ട് പുറത്ത് വന്നിരുന്നു. പല ഘട്ടങ്ങളിലും ഓരോ പാർട്ടികൾ എത്ര കിട്ടി എന്നതിനെ സംബന്ധിച്ചും അന്ന് BJPക്കാണ് കൂടുതൽ കിട്ടിയത് എന്നതിനെ സംബന്ധിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ വന്നിരുന്നു. പക്ഷെ അതിലെല്ലാം ഉപരിയായിട്ട് ആർക്കൊക്കെയാണ് നൽകിയിരിക്കുന്നത്, ആരുടെ ഒക്കെ പണമാണ് ഈ റെഡീം ചെയ്തിരിക്കുന്നത് എന്ന കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇതിന് ആണ് സുപ്രീം കോടതി ഇപ്പോൾ ശ്രമം തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടികൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും
നമുക്ക് ഈ പട്ടിക ഒന്ന് പരിശോധിച്ചാൽ തന്നെ, വേണ്ടി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്ന രീതിയിൽ തന്നെ ആ പട്ടിക ഒന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. വ്യത്യസ്തങ്ങളായിട്ടുള്ള കമ്പനികൾ ഈ പണം ഈ ബോണ്ടുകളാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിൽ ഉപരിയായിട്ട് ഏതെങ്കിലും വിധത്തിൽ അത് ഏത് സാഹചര്യത്തിലാണ് ആ കമ്പനികളുടെ മറ്റ് ബന്ധങ്ങൾ എന്നവ ഒന്നും ഈ വിവരങ്ങളുടെ ഭാഗമായിട്ട് ഇല്ല. 2 PDF-കളാണ് കൈമാറിയത്. ഈ PDF-കളിൽ ഒന്നും ഈ വിവരങ്ങളില്ല. ഒരുപക്ഷെ ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ അടക്കമുള്ള ചിലരുടെ പേരുകൾ സംബന്ധിച്ച് നമുക്ക് ചില നിരീക്ഷണങ്ങൾ നടത്താമെങ്കിലും വലിയ കോർപ്പറേറ്റ് ഭീമന്മാർ എന്ന് പല ഘട്ടങ്ങളിലും ആക്ഷേപം ഉന്നയിച്ച റിലയൻസിൻ്റെതാണെങ്കിലും അംബാനിയുടേതാണെങ്കിലും അങ്ങനെയുള്ള ഒരു വിവരങ്ങൾ, അവരുമായിട്ടുള്ള അനുബന്ധ കമ്പനികളിൽ ചിലരുടെ പേരുകൾ പരാമർശിച്ചു പോകുന്നത് എന്നതൊഴിച്ചാൽ ഈ റിലയൻസിൻ്റെയോ അംബാനിയുടെയോ അങ്ങനെയൊന്നും പേരുകൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ന്യായമായിട്ടുള്ള ഒരു സംശയം ഈ വിഷയത്തിൽ ഉയരുന്നത്, ഈ രാജ്യത്തെ സംബന്ധിച്ച് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബോണ്ട്, പാർട്ടികൾക്ക് സഹായിക്കാനായിട്ടുള്ള ഒരു കടപ്പത്രം, ഈ കടപ്പത്രം ഇറക്കുമ്പോൾ സാധാരണഗതിയിൽ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളിൽ ഏതാണ്ട് ഭൂരിപക്ഷം എല്ലാവരും തങ്ങളുടെ കോർപ്പറേറ്റ് കൾച്ചറിൻ്റെ ഭാഗമായി തന്നെ ഈ കടപ്പത്രങ്ങൾ വാങ്ങേണ്ടതാണ്. അങ്ങനെ വാങ്ങാത്തവരുടെ കൂട്ടത്തിലേക്ക് വരാൻ പറ്റുന്ന വിധത്തിലുള്ള അത്ര വലിയ മൗഢ്യമൊന്നും കാണിക്കുന്ന വിഭാഗമല്ല ഈ റിലയൻസും അദാനിയും ഒന്നും എന്നുള്ള അതൊരു സാമാന്യമായിട്ടുള്ളൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ വിവരങ്ങൾ പൊതുസമൂഹത്തിലേക്ക് അഥവാ ഈ ബോണ്ട് രൂപത്തിൽ തങ്ങളുടെ പണം നൽകുന്നതിന് ഇവർ തയ്യാറാകാതിരുന്നതോ അഥവാ ബിനാമികൾ വഴി ഇങ്ങനെ ഒരു വിനിമയത്തിലേക്ക് എത്തുകയോ ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് കോടതി ഒരുപക്ഷെ ന്യായമായിട്ടും ഇപ്പോൾ സംശയിക്കുന്നത്. അതായിരിക്കാം കോടതിയെ സംബന്ധിച്ച് ഈ സീരിയൽ നമ്പർ അടക്കമുള്ള കാര്യങ്ങളിൽ കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്ന സമീപനത്തിന്റെ പിന്നിലുള്ള കാര്യം. നമുക്ക് ഏതായാലും അതിലൊരു മുൻവിധിയോടുകൂടി കാര്യങ്ങൾ പറ്റില്ല. കാരണം SBI ഇതിന്റെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിശദമാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് വിശദമാക്കുന്ന ഘട്ടത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ആ വിധത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം, ഈ പൊതുതെരഞ്ഞെടുപ്പ് വരുന്നു, ആ പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് വ്യക്തത കാര്യങ്ങളെ സംബന്ധിച്ച് വരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് കോടതി നടത്തുന്നത്. അതിന് വഴിമുടക്കിയായിട്ട് മാറുന്ന വിധത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കുകളിൽ ഒന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മാറരുത്, മാറിയാൽ അക്കാര്യത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. ശരി, ബോണ്ടുകളുടെ സീരിയൽ നമ്പറുകൾ വെളിപ്പെടുത്തണമെന്ന് SBIക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.